പ്രചാരണം അവസാന ലാപ്പിലേക്ക് എത്തിയതോടെ ആവേശത്തിലാണ് ഓരോ മണ്ഡലങ്ങളും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് കോഴിക്കോട് ജില്ലയിലെത്തും. ബേപ്പൂരിൽ NDA സ്ഥാനാർത്ഥിയുടെ റോഡ് ഷോയിൽ പങ്കെടുക്കും. ബേപ്പൂരിലെ NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് പ്രകാശ് ബാബു ജനം TV-യിൽ അതിഥിയായി എത്തുകയാണ്. അനഘ ഹർഷന് ഒപ്പം ചേരുന്നു. അനഘ, എന്താണ് സ്ഥാനാർത്ഥി പറയാനിരിക്കുന്നത്? അമിത്ഷാ വരുന്നതിന്റെ ആവേശം പ്രകടമാണ്. തീർച്ചയായും കൃഷ്ണരാജ്, പ്രവർത്തകരും NDA ക്യാമ്പുമൊക്കെ വലിയ ആവേശത്തിലാണ്. 10 മണിയോടുകൂടിയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കോഴിക്കോട് എത്തുന്നത്. ഈ ബേപ്പൂരിലെ സ്ഥാനാർത്ഥിയായിട്ടുള്ള അഡ്വക്കേറ്റ് പ്രകാശ് ബാബുവിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലാണ് അമിത്ഷാ പങ്കെടുക്കുന്നത്. എങ്ങനെയാണ്, വലിയ ആവേശത്തിലാണോ? തീർച്ചയായിട്ടും ബേപ്പൂരിലെ വോട്ടർമാർ ഒന്നടങ്കം ആവേശത്തിലാണ്. കാരണം ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയാണ് ബേപ്പൂരിലേക്ക് വരുന്നത്. മാത്രമല്ല, ആധുനിക ഇന്ത്യയുടെ രാഷ്ട്രീയ ചാണക്യൻ എന്നുള്ള നിലയിൽ തന്നെ വലിയ രീതിയിലുള്ള ഒരു ആവേശം ഇവിടുത്തെ വോട്ടർമാരിലുണ്ട്. അവർക്കറിയാം ആഭ്യന്തരമന്ത്രിയെ പോലുള്ള നമ്മുടെ മന്ത്രിസഭയിലെ തന്നെ രണ്ടാമൻ ബേപ്പൂരിലേക്ക് വരുമ്പോൾ ബേപ്പൂരിലെ ജനതയോട് അല്ലെങ്കിൽ ബേപ്പൂരിനോട് എത്ര പരിഗണനയാണ് കേന്ദ്ര ഗവൺമെൻറ്റും BJP-യും കാണിക്കുന്നത് എന്നുള്ള നല്ല ബോധ്യം അവർക്കുണ്ട്. പൊതുവെ ബേപ്പൂരിലെ പല അടിസ്ഥാന വികസനത്തിനും കേന്ദ്രം സഹായിച്ചിട്ടുണ്ട്. ആ ഒരു എന്താ പറയുക, സാധാരണക്കാരോടുള്ള ഏറ്റവും വലിയ ഒരു കമ്മിറ്റ്മെൻ്റാണ് അമിത്ഷാജിയുടെ ബേപ്പൂരിലെ വരവോടുകൂടി ഇന്ന് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. എല്ലാവരും ആവേശം. ഇപ്പം ഞങ്ങൾ ഇവിടെ വരുമ്പോൾ എല്ലാവരും ഞങ്ങൾ അമിത്ഷാജിയുടെ പരിപാടിക്ക് വരും എന്നാണ് പറയുന്നത്. മാറാട് മേഖലയിലെ ഒരു കോളനിയിലാണ്, സുനാമി കോളനിയിലാണ് ഞങ്ങളുള്ളത്. പ്രവർത്തകരും ആവേശത്തിലാണ്. ഈ കോഴിക്കോടിനെ തന്നെ ഇളക്കി മറിക്കുന്ന ഒരു റോഡ് ഷോ ആയിരിക്കും ഇന്ന് നടക്കുന്നത്. തീർച്ചയായിട്ടും അമിത്ഷാജി വരുമ്പോൾ ഉള്ള ആവേശം, അത് രാഷ്ട്രീയത്തിനപ്പുറത്തുള്ള ഒരു ആവേശം പൊതുവെ ജനങ്ങളിലുണ്ട്. അമിത്ഷാജി വരുന്നത് കാണാൻ എല്ലാവരും ഇന്ന് ബേപ്പൂരിലേക്ക് വരുമെന്നുള്ള വലിയൊരു തയ്യാറെടുപ്പിലാണ്. ബേപ്പൂർ മൊത്തം ആ തയ്യാറെടുപ്പിലാണ്. അത് പ്രവർത്തകരിൽ മാത്രമല്ല, ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളിൽ, വോട്ടർമാരിൽ എല്ലാവരിലും ആവേശം ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ബേപ്പൂർ മണ്ഡലത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു സ്റ്റാർ ഫൈറ്റ് നടക്കുന്ന ഒരു മണ്ഡലമാണ്. എങ്ങനെയാണ് അതിനെ നോക്കിക്കിടുന്നത്? ഏറ്റവും അവസാനം ഈ ലഭിക്കുന്നൊരു ഇതെങ്ങനെയാണ്, റെസ്പോൺസ് എങ്ങനെയാണ്? അല്ല, അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, സ്റ്റാർ ഫൈറ്റ് എന്നതിനപ്പുറം വികസനം കൊണ്ടുവന്നവരും വികസന മുരടിപ്പ് സമ്മാനിച്ചവരും തമ്മിലുള്ള മത്സരമാണ്. ബേപ്പൂരിൽ എല്ലാം സാധാരണ കൂലിപ്പണിക്കാരായിട്ടുള്ള വോട്ടർമാരാണ് ഭൂരിപക്ഷവും ഉള്ളത്. അവരുടെ ഇടയിൽ ഇന്ന് വികസനം അന്യമാക്കിയവർ തമ്മിലുള്ള മത്സരവും അതേപോലെ തന്നെ ഇവിടെ വികസനം കൊണ്ടുവന്നവരും തമ്മിലുള്ള മത്സരമാണ്. ആ മത്സരത്തിൽ ബേപ്പൂരിൻ്റെ സാധ്യതകൾ ഇല്ലാതാക്കിയവരെ ജനങ്ങൾ ബാലറ്റ് പേപ്പറിലൂടെ നിശബ്ദമായി മറുപടി നൽകും. പുറമെ കാണുന്ന ലോകം ഒന്നുമല്ല വോട്ടർമാരുടെ ഇടയിലുള്ള ഒരു പ്രതിഷേധത്തിന്, ഒരു പ്രതികാരത്തിനുള്ള അവസരം കാത്തിരിക്കുകയാണ് ബേപ്പൂരിലെ തീരദേശമെന്നോ മറ്റു പ്രദേശമെന്നോ വ്യത്യാസമില്ലാതെ മുഴുവൻ ജനങ്ങളും. ഈ ബേപ്പൂരിലെ ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അതായത് കഴിഞ്ഞ 10 വർഷം മുഹമ്മദ് റിയാസ് ബേപ്പൂർ മണ്ഡലത്തിൽ നടപ്പിലാക്കിയ പദ്ധതികളൊന്ന് ചൂണ്ടിക്കാണിക്കാമോ എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷേ അപ്പോൾ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പദ്ധതികൾ മാത്രമാണ് ബേപ്പൂരിലുള്ളത് എന്നുള്ളതാണ്. അല്ല, ഇപ്പോൾ ഞങ്ങൾ ബേപ്പൂരിലെ ബഹുഭൂരിപക്ഷം വീടുകളിൽ പോകുമ്പോൾ കഴിഞ്ഞ 6 വർഷം 7 വർഷമായി ഭക്ഷ്യധാന്യങ്ങൾ സൗജന്യമായി കിട്ടുന്ന എത്രയോ പേരെ കണ്ടു. ഈ കോഴിക്കോട് ജില്ലയിൽ 13,90,000 വീടുകളിൽ ഭക്ഷ്യധാന്യം സൗജന്യമായി എത്തുന്നുണ്ട്. ബഹുഭൂരിപക്ഷം ബേപ്പൂരിലുണ്ട്. ഈ കോഴിക്കോട് ജില്ലയിൽ 2,13,000 വീട്ടുകളിൽ കിസാൻ സമ്മാൻ നിധി എത്തുന്നതിൽ ബഹുഭൂരിപക്ഷം ഈ ബേപ്പൂരിലുണ്ട്. മാത്രമല്ല, ഈ ബേപ്പൂരിൻ്റെ അടിസ്ഥാന വികസന മേഖലയിൽ, കാരണം ബേപ്പൂരിലെ ഏറ്റവും വലിയ ജനങ്ങളുടെ ആശ്രയം എന്ന് പറയുന്നത് ഹാർബറാണ്. അപ്പോൾ ഹാർബറിൻ്റെ വികസനത്തിന് വേണ്ടി 5 കൊല്ലം MLA ആയിട്ടുള്ള മുഹമ്മദ് റിയാസ് എന്ത് ചെയ്തു? എനിക്ക് അഭിമാനത്തോടെ, ഞാൻ പറയേണ്ട ആവശ്യമില്ല, ബേപ്പൂരിലെ ജനങ്ങൾക്കറിയാം. ഇപ്പോൾ അവിടെ നടക്കുന്ന ഹാർബറിലെ വികസനം, 6 കോടിയുടെ വികസനം ബഹുമാനപ്പെട്ട ജോർജ് കുര്യൻ മത്സ്യസമ്പദ് യോജനയിലൂടെ കൊടുത്തിട്ടുള്ളതാണ്. അതേപോലെ തന്നെ ഫറൂഖ് റെയിൽവേ സ്റ്റേഷൻ എന്ന് വേണ്ട ബേപ്പൂരിലെ ജനങ്ങളെ ഏറ്റവും വലിയ കടലുണ്ടി മേഖലയിലെ പ്രശ്നമായിട്ടുള്ള മേൽപ്പാലത്തിന് അനുമതി കൊടുത്തു. പക്ഷേ ഇതൊന്നും പ്രാവർത്തികമാക്കാനോ അതിൻ്റെ ഒരു തുടർ പ്രവർത്തനം നടത്താനോ ഒന്നും സാധിക്കുന്നില്ല. ഇവിടെ കിൻഫ്ര, ബേപ്പൂരിലെ വ്യവസായ കേന്ദ്രത്തിൻ്റെ സ്മാരകമായ കിൻഫ്ര ഇവിടെ നിന്ന് 3 മീറ്റർ അകലെയാണ്. എളമരം കരീം വന്നിട്ട് പോലും നടന്നിട്ടില്ല. VKC മുഹമ്മദ് കോയ വന്നിട്ട് നടന്നില്ല. ഇപ്പം പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് വന്നിട്ട് പോലും ഇവിടെ വികസനം വന്നിട്ടില്ല. എല്ലാ വ്യവസായശാലകളും അടച്ചു പൂട്ടുകയാണ്, ഒന്നൊന്നായി പൂട്ടുകയാണ്. ഈ കോഴിക്കോടിനെ സംബന്ധിച്ച് എല്ലാ സമര പോരാട്ടങ്ങളുടെയും മുന്നണി പോരാളിയായി എന്നും ഉണ്ടായിരുന്ന ഒരു നേതാവ് കൂടിയാണ് അഡ്വക്കേറ്റ് പ്രകാശ് ബാബു. ഏറ്റെടുത്ത പല സമരങ്ങളും വിജയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതൊക്കെ കൃത്യമായി ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും എന്നുള്ളതാണ്. ബേപ്പൂരിലൊരു വലിയ അട്ടിമറി ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും. അല്ല, തീർച്ചയായും നമ്മൾ ജനഹൃദയങ്ങളിൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾ, അത് ഇവിടെ ഞങ്ങൾ കാണിച്ചു കൊടുത്തത്
MLA-മാർക്കും MP-മാർക്കും ചെയ്യാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അവർ ചെയ്യാത്തിടത്താണ് ജനകീയ നേതൃത്വം ഏറ്റെടുത്ത് BJP മുന്നോട്ട് വരുന്നത്. ഞങ്ങൾക്കതിന് നേതൃത്വം കൊടുക്കേണ്ടി വരുന്നത് പല വിഷയങ്ങളും. ഇപ്പോൾ മെഡിക്കൽ കോളേജിലെ പ്രശ്നം അതൊരു MLA-യും വിചാരിച്ചാൽ പരിഹരിക്കാവുന്നതാണ്. MLA കണ്ണടക്കുമ്പോഴാണ്, പാവപ്പെട്ടവന് ചികിത്സ നിഷേധിക്കുമ്പോഴാണ് ഞങ്ങൾ തെരുവിലിറങ്ങുന്നത്. അങ്ങനെയല്ലാതെ വേറെ മാർഗമില്ലല്ലോ. ജനാധിപത്യ സംവിധാനത്തിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികൾ നോക്കുകുത്തിയാകുമ്പോൾ ജനങ്ങൾ ഞങ്ങളുടെ ആവശ്യം സമരമാർഗത്തിലൂടെ ഞങ്ങൾ നേടിയെടുക്കും. അങ്ങനെ ഇവിടുത്തെ ഒരു പ്രതീക്ഷ തന്നെ ഞങ്ങൾ BJP ആയിട്ടുണ്ട്. ഈ ബേപ്പൂരിലും കോഴിക്കോട് ജനങ്ങളുടെ ഏത് നീതി നിഷേധത്തിനെതിരെയും പോരാടുന്ന പാർട്ടിയാണ് BJP എന്നുള്ള ഒരു പൊതുവികാരം എല്ലാ ഭാഗത്തുമുണ്ട്. അത് കോഴിക്കോട് ജില്ലയിൽ പൊതുവെ BJPക്ക് ഒരു അനുകൂലമായിട്ടുള്ള ഒരു ഘടകവുമാണ്. എന്തായാലും വലിയ വിജയാശംസകൾ നേരുകയാണ്. ബേപ്പൂരിലെ സ്ഥാനാർത്ഥിയായിട്ടുള്ള അഡ്വക്കേറ്റ് പ്രകാശ് ബാബു അവസാനഘട്ട വോട്ടറെയും കണ്ട് വോട്ടുറപ്പിക്കുന്ന തിരക്കിലാണ് കൃഷ്ണരാജ്.